കേരളം ഇന്നൊരു ദുരന്തമുഖത്താണ് ഉള്ളത്. അക്ഷരാർത്ഥത്തിൽ മരണഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ. രാജ്യത്തെ തന്നെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഭൂപടത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. ആളുകൾ തിങ്ങി പാർത്തിരിക്കുന്ന ഒരു മേഖലയിൽ ഇന്ന് അവശേഷിക്കുന്നത് അങ്ങിങ്ങായി ചില വീടുകൾ മാത്രം. സംയോജിതമായ അതിസാഹസികമായ രക്ഷാപ്രവർത്തനത്തിലൂടെ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഈ ദുരന്തമുഖത്ത് നമുക്ക് ആശ്വസിക്കാനുള്ള ഏക വസ്തുത. ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ഇരകളായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിനും അവർക്ക് വേണ്ട അടിയന്തര സഹായങ്ങൾ എത്തിക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും മുൻകൈയെടുക്കണം. നിരവധി പേരുടെ ജീവനെടുത്ത വയനാട് മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ CMDRFിലേക്ക് അഥവാ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് ജനങ്ങളോട് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. ഇതോടെ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വലിയ വ്യാജ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത്. ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്ന പണം അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ലെന്നും അധികൃതർ സ്വന്തം ആവശ്യത്തിനും ആർഭാട